ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് മോഡലാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മക്കളുടെ ഡ്രസ്സിനൊക്കെ അനുസരിച്ചും. അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വേണം. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയിൻ കവേർഡ് ഹെയർ ബാൻഡ് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊന്നിന് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയിൻ കവേർഡ് ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ നമ്മുടെ സദാ മെറ്റൽ ഹെയർ ബാൻഡ് കയ്യിലുണ്ടെങ്കിൽ അതിന്മേൽ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ അങ്ങനെ ആയാലും മതിയാവും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിന് മാച്ചായിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു കളറ് ഹെയർ ബാൻഡും അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് വരുന്ന ഒരു ഹെയർ ബോ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഈ ഒരു അളവിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കറായിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റിക്കി എഫക്റ്റ് ഇതിനുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ സ്റ്റിക്കർ ഉള്ളതും എല്ലാത്തതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ ഉള്ളതാണുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു എഫക്റ്റ് കളയാൻ വേണ്ടി ഞാനിതാ കുറച്ച് പൗഡർ ഉണ്ടല്ലോ, സോ ആ ഒരു പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് പോയി കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പീസിൻ്റെ 4 സൈഡിലും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 4 വശത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ പ്രസ് ചെയ്ത് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിനേക്കാളും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ ഫ്രണ്ടിൽ സെൻട്രലായിട്ടും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ബോൻ്റെ ലുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു B7000 ഗ്ലൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഒട്ടാൻ. പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അത് നിൽക്കും. അപ്പോൾ നമുക്കിനി ഒട്ടിച്ചെടുക്കുന്നില്ലെങ്കിൽ ഇതുപോലൊരു നൂലെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലൂവിൻ്റെ ആവശ്യം വരുന്നില്ല, നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ. അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ 2 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു B7000 ഗ്ലൂ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ബോ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നൂല് കെട്ടിയതിൻ്റെ ബാക്കി അവിടെ കാണുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു നൂല് തന്നെ എന്ത് ചെയ്യണം, 2 സൈഡിലായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു നൂല് കെട്ടിക്കൊടുക്കുന്നത് കുറച്ചും കൂടി സേഫ്റ്റിക്കാണ് കേട്ടോ. അത് പെട്ടെന്നൊന്നും എന്തായാലും നമ്മൾ ആ ഒരു ഗ്ലൂ ഇളകിപ്പോകത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്നും കൂടെ നമ്മളിങ്ങനെ നൂല് കൊണ്ട് അവിടെ നിൽക്കാനായിട്ടൊന്ന് കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു നൂല്. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റിൽ അവിടെ നിന്നോളും. അപ്പോൾ ഈ ഒരു B7000 ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗണ്ണ് പോലെ ഒട്ടിക്കിട്ടില്ല. കുറച്ച് സമയം എടുക്കും, പക്ഷേ ആ സമയം എടുത്താലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അതാണ് ഈ ഒരു ഗ്ലൂവിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ഒരു നൂലെടുത്തിട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ സെയിം ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു നൂല് കെട്ടിക്കൊടുത്തൊക്കെ ഇത് ഒട്ടിക്കുമ്പോൾ അങ്ങ് കവർ ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ബോൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ ഉള്ള ആ ഒരു പീസിൻ്റെ ഭാഗം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടുള്ളത് ഈ ഒരു ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ ആ ഒരു ബാക്ക് സൈഡിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു എക്സ്ട്രാ പീസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ മക്കളുടെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് ഒരു ഗ്ലിറ്റർ ഷീറ്റിന് വന്നിട്ട് 15 രൂപ റേറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ വാങ്ങി വെച്ചാൽ എത്രയോ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കുറേ കളേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഇത് ഒരുപാട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുറേ കളേഴ്സിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സെറ്റായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഒരു പീസ് നമ്മുടെ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഹെയർ ബോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.